എല്ലാവരും മനസ്സ് വെച്ചാൽ എല്ലാവരും നന്നായിട്ട് പോകുന്നേ. ഒന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ. ആളുകൾ ആരെയും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയിലേക്കായി. ബാങ്ക് മാത്രമേ ഉള്ളൂ ആശ്രയം എല്ലാവർക്കും. ലോൺ എടുക്കുക, അതിന് നമുക്ക് വസ്തു വേണോ, അല്ലെങ്കിൽ ഗോൾഡ് വേണോ, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ വേണം. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ കൊള്ളപ്പലിശയ്ക്ക് പട്ടിപ്പലിശയ്ക്ക് പോയി ആളുകളുടെ നിന്ന് കടം മേടിച്ചിട്ട് അവൻ അവസാനം ഇത് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്ത് തീരുക. ഈ ലോകത്ത് ഒരാളും പട്ടിണി കിടക്കേണ്ടി വരത്തില്ല. ഈ ലോകത്ത് ഇപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരുന്നതും അല്ലെങ്കിൽ ആൾക്കാർ നശിച്ചു പോകുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ തിരിഞ്ഞു നോക്കാൻ ഒരു തെണ്ടികളും ഇല്ലാത്തതുകൊണ്ടാണ്. എൻ്റെ യൂട്യൂബ് ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു 10-13,000 പേരിപ്പോൾ ഉണ്ട്. 6,000 പേര് വിചാരിച്ചാൽ ഈ 6,000 പേർക്കിടയിലുള്ള 6,000 പേരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. അതിന് ആ 6,000 പേര് ഒരുമിച്ച് നിൽക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ ഒരു യൂണിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ ശ്രമിക്കാം. ഷേവ് ചെയ്തെന്നാലും ബ്ലേഡ് മൂക്കിൻ്റെ അറ്റത്ത് കയറി തട്ടിയതാണ്. അത് അറിഞ്ഞില്ല കേട്ടോ. ഇവിടുത്തെ ഗ്യാസ് സിലിണ്ടർ നമ്മൾ കാണുമ്പോൾ നാട്ടി അടിയുണ്ടാക്കും എന്തോ ആൾക്കാർ. നമുക്ക് 2 ദിവസം കൊണ്ട് പെണ്ണ് സെറ്റാവണം അവന് കേട്ടാ. നിനക്ക് കിട്ടണോ? നിനക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു എന്നോട്. ഈ ഒരു യുദ്ധം നിർത്തി വെച്ചാൽ നാളെ ഈ യുദ്ധം തുടങ്ങാം. ഭ്രാന്തന്മാരാണ് ഈ ലോകത്ത് മൊത്തം ഉള്ളത്. ഈ യുദ്ധ സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അവരുടെ ജോലിയിൽ പകുതി സാലറി കിട്ടുന്നുള്ളൂ, അങ്ങനെ ആക്കുന്നുണ്ട് പല കമ്പനികളും. ഹലോ, ഞങ്ങൾ ഓഫീസിലിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട് ഓഫീസിൽ. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളും അറിയുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല മഴയാണ്. മഴയെന്ന് വെച്ചാൽ 2 ദിവസമായിട്ട് അടിപൊളി മഴ പെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് റോഡും നടക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ, പുറത്തിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ. നമുക്കിവിടെ അടുത്തൊക്കെ പോകാം, വിഷയമില്ല. ബട്ട് കുറച്ചങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മെയിൻ റോഡുകളും എല്ലാം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക, ഒരുപാടധികം വാഹനങ്ങളും ഒക്കെ മുങ്ങിപ്പോയി. അപ്പോൾ അങ്ങനെയാണ് കിടക്കുന്നത്. അതൊക്കെ പോട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ കാര്യങ്ങളിലേക്ക് പോകാം അല്ലേ. 2 ദിവസമായി വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് യു കെ ആണെന്ന് തോന്നുന്നു കേട്ടോ. യു കെയിൽ നിന്ന് ഒരു ആൾ ഇന്നലെ, ഒരു ചേച്ചി ഇന്നലെ മെസ്സേജ് അയച്ചിരുന്നു. എന്താ 2 ദിവസമായല്ലോ നിൻ്റെ വീഡിയോ കണ്ടിട്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ചേച്ചി കുഴപ്പമൊന്നുമില്ല, ഫൈൻ, മടിയനാണ്, അതിൻ്റെയാണ് കാര്യം. പിന്നെ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ രഞ്ജിത്ത് എവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ രഞ്ജിത്തിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ കമൻറ്റ് ചെയ്യാറൊക്കെ ഉണ്ടല്ലോ. ആ രഞ്ജിത്ത് തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാവരുമൊക്കെ ആയിട്ട് ഇരിക്കുന്നു ഓഫീസിൽ. പിന്നെ വർക്കൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു ഒന്ന് ചെറിയൊരു വീഡിയോ എടുത്തേക്കാം എന്ന് കരുതി. വീഡിയോ ഒരു മുടക്കം ഒരുപാട് വരണ്ട എന്ന് കരുതി. അപ്പോൾ ബാക്കിയുള്ളവരെ പോയി കാണാം. അയ്യോ, രതി പുഷ്പം ചാർത്തുന്നു നീ. കണ്ടോ, എല്ലാവരും തിരക്കിട്ട പണിയിലാണ്. ഉണ്ണിക്കുട്ടൻ തിരക്കാണ്. മിസ്റ്റർ വിനോജ്, മഴയെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് അഭിപ്രായം? മഴ വളരെ നല്ല രീതിയാണ്. ഇതാണ് ഇത് ഇവിടെ മാത്രം നടക്കൂല, ഇവിടെ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആണല്ലേ? അരമണിക്കൂർ മഴ ചെയ്താൽ പിന്നെ വള്ളംകളിയാ. ബോട്ട് എടുത്തിറങ്ങാം. വെള്ളത്തിൽ ചവിട്ടിലേക്ക് പ്രശ്നം, താന്ന് പോയാ പിന്നെ. മട്ടണ്ണ സുഖമാണോ? എന്താ യാചേനം മാത്രം ഇങ്ങനെ ക്യാമറയിലോട്ട് നോക്കൂല കേട്ടോ ഗൈസ്. വേണ്ട, പിടിയരാത്തൊരാളാണ്. ക്യാമറയ്ക്ക് അങ്ങനെ പോവാലോ. പറ കേക്കട്ടെ. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമുണ്ടോ മട്ടണ്ണ വീഡിയോ എടുക്കുന്നുണ്ട്? ഇല്ല. അരേ ഉണ്ണിക്കുട്ടൻ, ക്യാ കരേ നമ്മുടെ ഇവിടെയുള്ള ഏക ഹിന്ദിക്കാരനാണിത്. ഹിന്ദി അറിയാവുന്ന ഹിന്ദിക്കാരൻ. ഹിന്ദി പറഞ്ഞ ഉണ്ണിക്കുട്ട, എന്തിനാ വീഡിയോ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ കൂടെ ഹിന്ദിയിൽ. കഥയല്ല, ഗത. പറ ഉണ്ണിക്കുട്ട, എങ്ങനെ വീഡിയോ എടുക്കുന്നത്, എന്തിനാ നീ വീഡിയോ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ. നീ സ്ഥിരം ചോദിക്കുന്നതാണല്ലോ, ചോദിച്ചു മലയാളത്തിൽ ചോദിക്കും, ഇത് ഹിന്ദി ചോദിക്കില്ല. അവന് നാൻ വന്നു, ഉണ്ണിക്കുട്ടന് നാൻ വന്നു. അതെ, ജമണി സാറിൻ്റെ നാണം വന്നു. എന്തൊക്കെയുണ്ട് വിശേഷം?
എന്താ പറയാ, മഴ കാരണം വർക്കിന് പോകാനും പറ്റുന്നില്ല, പുറത്തിറങ്ങാനും പറ്റുന്നില്ല. അതാണ് മെനഞ്ഞാന്ന് വന്നപ്പോഴത്തേക്ക് ദുബായിൽ നിന്ന് അജ്മാൻ ബസ് ഷാർജ ബസ് മൊത്തം ക്യാൻസൽ. പിന്നെ എന്നിട്ട് ഒരു ടാക്സി പിടിച്ചിട്ട് ടാക്സി കാരണം ടാക്സി പോകുന്നില്ല, വരുന്നില്ല. ടാക്സി കാരണം പേടിയാ. എല്ലാം ഇന്ത്യക്കാരന്മാരാ. ഒരു ആഫ്രിക്കക്കാരനെ കിട്ടി. അവരടുത്ത് ചോദിച്ചിട്ട് പിന്നെ അവർക്ക് കുറച്ച് ധൈര്യമുണ്ട്. അവരിങ്ങോട്ട് വന്നു. അവരിവിടെ അജ്മാനിലാണ് ടാക്സി. പിന്നെ അവരോട് ചോദിച്ചിട്ട് ഒരാൾക്ക് 25 തരം. പൈസ കൂടുതലാണ്. 4 പേരുണ്ടായിരുന്നു. ഒരു കുട്ടി ഉണ്ടായിരുന്നു. പിന്നെ 4 2 കുട്ടിയും പഠിച്ചിരിക്കുക. പിന്നെ കുട്ടിക്ക് സഹായം ആവട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ടാക്സി വിളിച്ച് അങ്ങോട്ട് പോയി. ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് വെള്ളം ഇവിടെ അജ്മാനിൽ മാത്രമേ വെള്ളമുള്ളൂ. പിന്നെയാണെങ്കിൽ അതല്ല, അത് കുറച്ച് പ്രശ്നമുണ്ടല്ലോ ടാക്സി. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ മൊത്തം കടൽ പോലെ കിടക്കുക. ഏതാണ് വഴി, എവിടെ കൂടെ പോകേണ്ടതെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. ഒരാൾ ഇറങ്ങിയപ്പോഴത്തേക്ക് കുഴി ഉണ്ടായിരുന്നു, കുഴിയിൽ പോയി. പക്ഷെ നമ്മളെ ഈ ലുലു മാളിന്റെ അവിടെയൊക്കെ വെള്ളമായി അല്ലേ നമ്മള് പോകുന്ന ആ റോഡിൽ കൂടെ പോകുന്ന വെള്ളം വീഡിയോ കിടക്കുന്നുണ്ട്. പെട്ടെന്ന് കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്തപ്പോഴത്തേക്ക് കുറെ ടൈം എടുത്തു പറ്റിക്കാൻ വേണ്ടി. പക്ഷെ ഈ പ്രാവശ്യം പെട്ടെന്ന് മഴയും എല്ലാം കൂടെ ബിസിനസ് ഒക്കെ പ്രശ്നമായി കിടക്കും. എല്ലാം വിഷയമാണ്. ഒരു പക്ഷെ ചിലപ്പോ അങ്ങനെ പറയുന്നില്ല, അറിയത്തില്ല, എന്തെങ്കിലും ആവട്ടെ അല്ലേ. അതെ, എന്ത് വിധി ഇത്, ഇല്ലാത്ത ചതീത്, മൊത്തത്തിൽ വിഷയമാ. എന്ത് ചെയ്യും, എവിടെ പോയാലും പ്രശ്നമാ. What to do? ആഹാ, കണ്ടോ അവന്റെ പറച്ചില് കണ്ടോ. ഞാൻ ഇവിടെ വന്ന് ഞാൻ കാല് കുത്തിയോണ്ട് ഇവിടെ ഇങ്ങനെ പ്രശ്നമായതാണ്. ഇവൻ പറയണതാ, ഈ ഉണ്ണിക്കൂട്ടൻ പറയുന്നത്. വീഡിയോ ഓഫ് അല്ല, വീഡിയോ ഓണാണ്. ഇവൻ ഇങ്ങനെ ഒരു കുഴപ്പം. ഇവന് ശബ്ദം ഉണ്ടാക്കുന്നോ നീ? ഇവൻ പറഞ്ഞു കേട്ടോ, ഞാനിവിടെ വന്നിട്ടാന്ന്. ഗൈസ്, നിങ്ങൾ പറയണം, നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്യല്ലേ അവനെ. ഓക്കെ. എന്നാലും നീ പറഞ്ഞു കളഞ്ഞല്ലോടാ ഉവ്വേ. അടുത്ത പ്രാവശ്യം ശരിയാക്കാം. എന്നാലും ഇതിലത്തെ ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞാലോ. ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞാലോ. വട്ടണ്ണ അറിഞ്ഞോ അത്? വട്ടണ്ണ ഇന്നലെ എല്ലാരും തന്നെ ബർത്ത്ഡേ യഥാർത്ഥത്തിൽ. ഓ ശരി. എല്ലാം കഴിഞ്ഞിട്ടാ ഞാനിത് ഇതായിരിക്കുന്ന ഒരാളായത് പാവം ഓടിപ്പോയി കേക്കും ഒക്കെ. അതെ, കുഴപ്പമൊന്നുമില്ലടാ. എന്നാലും ഇനിയിപ്പോ ഇന്നത്തെ നമ്മള് വീഡിയോ ഉണ്ടല്ലോ, അതവ എടുത്ത് 5-ാം തീയതി ഇട്ട്. അതെ, ഒന്ന് ഡേറ്റ് മാറിയെന്നുള്ളൂ, കേക്ക് മുറിച്ച് ഡേറ്റ് മാറിയെന്നുള്ളൂ, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമില്ല. അതെ, വേറെ വിഷയമൊന്നുമില്ല. എന്നാലും 10 ദിവസം മുമ്പ് ആഘോഷിച്ച് കളഞ്ഞല്ലോ ഒരുത്തിട്ട് ബർത്ത്ഡേ എന്നുള്ളതാ. അതെ, 5-ാം തീയതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിനോജിന്റെ ബർത്ത്ഡേ വരുന്നുണ്ട് ഏപ്രിലിൽ. പിന്നെ ഒരു 500 ദിർഹംസ് നേരത്തെ കൂട്ടി ഇങ്ങ് വെച്ചേക്കെ. മൈ ഗോഡ്, യു ആർ എ വാലന്റൈൻ ബോയ്. അയ്യോ, താണ്ട് ഈ സുന്ദരനൊരു പെണ്ണ് വേണം കേട്ടല്ലോ. പാലക്കാടാണ് സ്ഥലം. പാലക്കാടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല കുട്ടികൾ കേട്ടോ. കാരണം പയ്യൻ നല്ലതാ, എന്നെ പോലെ അല്ല, നല്ല മിടുക്കനാ. അവ നല്ല അടിപൊളി പെങ്കൊച്ചുങ്ങളുണ്ടെങ്കിൽ ക്ഷണിക്കുന്നു. ചേട്ടാ, ഇപ്പൊ കേരളം എന്ന് പറഞ്ഞ വിഷയമാണ്. ഈ ഒന്ന് പോലും പാലക്കാട് ജില്ല തന്നെയല്ലേ നിങ്ങള്. ഇനി പട്ടാമ്പി പാലക്കാടുള്ള ഞങ്ങളെ ബിനുവിന് എന്തൊരു ബിനോജ് എന്നാണ് കേട്ടോ പേര്. അപ്പൊ ബിനോജിന് കണ്ടല്ലോ എല്ലാരും.
നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒക്കെ കോൺടാക്ട് ചെയ്യുക. നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ആലോചിച്ച് നമ്മളെല്ലാവരും കൂടെ നടത്തും. എന്നിട്ട് അതൊരു വ്ളോഗാക്കാം നമുക്ക്. ഇങ്ങനെ പറയുന്നവരൊക്കെ ചെയ്യുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതൊന്നും പറയണ്ട. അവൻ ചെയ്യൂലെന്ന് അവനെ കണ്ടാ അറിയാല്ലേ. അത് ശരിയോ? അയ്യോ അയ്യോ എന്താടാ വീഴല്ലേ ഇപ്പം വീണേ ഇപ്പം വീണ്ടും ഇരിക്കുന്നുണ്ട കുണ്ണുവാവ ഇടുവല്ലോ. നമുക്ക് 2 ദിവസം കൊണ്ട് പെണ്ണ് സെറ്റ് ആവണം അവന് കേട്ടാ. നിങ്ങളൊന്ന് ശ്രമിച്ചാൽ ആ അത് കാര്യമായിട്ട് സീരിയസ് ആയിട്ട് എടുക്കും കേട്ടോ എല്ലാവരും. പാലക്കാട് ഫ്രം പാലക്കാട് തന്നെ വേണമെന്നില്ലല്ലോ, തൊട്ടടുത്ത്. ആ തൃശ്ശൂരാണേലും വിഷയമല്ല. ബിനോജ് എന്നാണ് പേര്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ അറിയാവുന്നൊരു വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ എവിടെയാ വെച്ചാൽ കമൻറ്റ് ഇട്, റിപ്ലൈ തരുന്നതായിരിക്കും. നിനക്ക് കിട്ടണോ? നിനക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു എന്നോട്. നിന്റെ ആഗ്രഹം അടുത്ത വീഡിയോയിൽ. സൈറ്റ് കുറെ ഉണ്ട്, ഫ്രണ്ട് ആപ്പ് ഉണ്ട്, പിന്നെ അരികുണ്ട്. അത് എൻ്റെ ഇൻസ്റ്റയുടെ എഡിറ്റ്സിനകത്ത് ചെയ്താൽ മതി. ഒന്നും കേൾക്കത്തില്ല വെളിയിൽ, നമ്മുടെ ശബ്ദം മാത്രമേ കേൾക്കൂ. ഇതിനകത്ത് നോയിസ് ക്യാൻസൽ ചെയ്തിട്ടുള്ള ഇതാണ് ഇട്ടേക്കണത്. എന്ന് വെച്ചാൽ വലിയതായിട്ടല്ല, മിനിമലായിട്ട്. നമ്മുടെ ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് കേൾക്കുന്ന ശബ്ദം, ബാക്കിയുള്ളതൊക്കെ ചെറുതായിട്ട് കേൾക്കും. രതി പുഷ്പം ചാർത്തുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ. എന്താ ഇത് ഇത്രയൊന്നും അല്ല, നമുക്ക് ഒരുപാട് ഉണ്ട് ഇന്ന് കേട്ടോ. എനിക്ക് കുറേ പറയാനുണ്ട്, പറയുന്നുണ്ട് ഞാൻ. അവിടെ വെയിലല്ലേ നാട്ടില്? ചൂടാണല്ലേ? നാട്ടില് ചൂടാ. അയ്യോ. അപ്പം ഇനി നമുക്ക് കുറച്ച് വർക്കൊക്കെ ചെയ്യാം. ജോലി ചെയ്യണ്ടേ കൂട്ടുകാരെ? അപ്പോൾ ജോലിയൊക്കെ ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അല്ലേ? എന്താ അതൊരു ഗെയിം കളിക്കുന്ന സാധനം. ഇവിടുത്തെ അറബിക് പിള്ളേർ ഗെയിം കളിക്കുന്ന ഐറ്റമാണ്. എല്ലാവരും കളിക്കും, അറബീനെ മാത്രമല്ല. പക്ഷെ അടിപൊളി സാധനം അല്ലേ? ലെനോവയുടെ. എന്നാ ഓക്കെ, കുറച്ച് വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ ഗെയ്സ്. ഓല്ലേ അവിടെ ഇല്ലേ? അവൻ മുങ്ങി. ചായ കുടിക്കാം. ചായയാണോ? കോഫി. ഭയങ്കര രസമാണ് കോഫി. കുറച്ച് കഴിഞ്ഞ് കാണാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടുണ്ടേ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമോയെന്നൊന്നും എനിക്കറിയത്തില്ല. അത് സിനിമയുടെ പേരെന്ന് പറഞ്ഞാൽ കൽക്കട്ട ന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പഴയ കുറച്ച് പഴയ പടമാണ്. പക്ഷെ അതിലെ കുറച്ച് യാ ഒറ്റയ്ക്ക് ഇപ്പോൾ വരുന്നുണ്ട്. ഇനി കട്ട് ചെയ്യാൻ പറഞ്ഞാൽ നിന്റെ കൂം പിടിക്കാൻ പറ്റും. ഇല്ല സമയം ഞാൻ ആ പാട്ട് ചെറുതായിട്ടൊന്നിട്ട് കരുതുക. ഞാനേ അങ്ങനെ നമ്മളെ ഓഫീസിൽ നിന്ന് വന്നു. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്. 12:30 കഴിയുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ പോവാം. കാരണം ഇനി പള്ളിയിൽ പോകുന്ന ടൈമൊക്കെയാണ്. അപ്പം ഞാനിങ്ങനെ വന്നു. എനിക്ക് 1-2 കാര്യങ്ങൾ ഒന്ന് പറയണമെന്ന് തോന്നിയായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് പുറത്തോട്ടൊന്ന് കാണിച്ചു തരാം, അതിന് ശേഷം പറയാം. ആ കാണുന്ന സ്ഥലമൊക്കെ കണ്ടോ? ആ സാധനം വെള്ളം കെട്ടി കിടക്കുകയാണ്. ആളുകൾ പോകുന്നുണ്ട്. അവിടെയൊക്കെ മരമൊക്കെ ഒടിഞ്ഞു വീണ് കിടക്കുന്നുണ്ടോ? ഇതുപോലെ വലിയ മരങ്ങളും അതുപോലെ ഒരുപാട് കടകളും. ആ മൂലയ്ക്ക് അവിടെ ഒരു കാറ് കണ്ടോ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്നത്? അതുപോലെ ഈ സൈഡിലും ഉണ്ട്. ഇതുപോലെ അവിടെ കണ്ടോ ഒരു കാറ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത്? അപ്പോൾ മുങ്ങി മീൻസ് ഒരു പകുതിയോളം മുങ്ങി. അയ്യോ നീ എടുക്കാൻ വന്നേണ്. തേക്ക് തുണി മഴ ചെറുതായിട്ട് പൊടിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാറ്റ് ഇന്ന് കാണൂലെന്ന് തോന്നുന്നു. ഇന്നലെ പക്ഷെ കരാമേലൊക്കെ കടയൊക്കെ പറന്നു പോയണ്ണ. കട മരങ്ങൾ ഒക്കെ പൊഴിഞ്ഞ് വീണും പറന്നും എല്ലാം പോയിട്ടുണ്ട്.
ഷേവ് ചെയ്തെന്നാലും ബ്ലേഡ് മൂക്കിൻ്റെ അറ്റത്ത് കയറി തട്ടിയതാണ്. ഞാൻ അത് അറിഞ്ഞില്ല കേട്ടോ. ഷേവ് ചെയ്തിട്ടൊക്കെ നിന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മൂക്കിൻ്റെ അറ്റത്ത് നിന്നൊരു രക്തം പൊടിയുന്നു. ഇത് വെള്ളത്തിൽ കൂടെ വണ്ടി പോകുന്നു. അത് രസമുണ്ട് കേട്ടോ. ഗ്യാസ് സിലിണ്ടറുമായിട്ട് ഇവിടുത്തെ ഗ്യാസ് സിലിണ്ടർ നമ്മൾ കാണുമ്പോൾ നാട്ടി അടിയുണ്ടാക്കും എന്തോ ആൾക്കാർ. ഇതേ പോകുന്നു വെള്ളത്തിൽ കൂടെ പോകുന്നു. വെള്ളത്തിലാശാന. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എന്താ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇവിടെ പള്ളിയിൽ ഇത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു സൗണ്ട് കേൾക്കുമെന്ന് അറിയത്തില്ല, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വ്യക്തമാകുമെന്ന് അറിയത്തില്ല. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇവിടുത്തെ ദുബായിയുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശം അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദുബായിൽ നിന്നല്ല, ഒട്ടുമിക്ക രാജ്യങ്ങളും വളരെ മോശം പരിതാപകരമായിട്ടുള്ളൊരവസ്ഥ. അതായത് എന്തോ അതിന് പറയേണ്ടതെന്ന് അറിയില്ല. ഈ ഒരു വലിയ ഫിനാൻഷ്യൽ ക്രൈസിസിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വർക്കുകളൊക്കെ കുറയുകയും അങ്ങനെയൊക്കെ പല കമ്പനികളിലും എന്താ പറയുക IT മേഖലകളിലും ഒക്കെ ആയിട്ടും ഒക്കെ കുറേ മേഖലകളിൽ നമുക്ക് വർക്കൊക്കെ ഒരുപാട് കുറവും, അതുപോലെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളെയൊക്കെ താൽക്കാലികമായിട്ട് നാട്ടിലേക്ക് വിടുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ സാലറിയൊക്കെ ഉള്ള സാലറിയുടെ പകുതി സാലറി ആക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ നമുക്ക് അങ്ങോട്ട്, ഞങ്ങൾക്ക് ഇന്നുവരെ ഇങ്ങനെയൊന്നും പ്രശ്നം വന്നില്ല വലുതായിട്ട്. ബട്ട് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം, അത്രേ പറ്റൂ. അപ്പോൾ അങ്ങനെ വരാതിരിക്കുകയൊന്നുമില്ല. കാരണം ലോകം മൊത്തം പ്രശ്നം നടക്കുമ്പോൾ അത് നമുക്ക് ബാധിക്കാൻ പാടില്ല എന്ന് നമ്മൾ അവകാശപ്പെടാനും ആശിക്കാനും പാടില്ല. നമ്മളെയും ബാധിക്കും അതൊക്കെ എന്ന് പറയുമ്പോൾ. ഇപ്പോൾ എല്ലാവരും കുറച്ചൊന്ന് കെയർഫുള്ളായിട്ടൊക്കെ ഇരിക്കുക. കാരണം മാക്സിമം ലിക്വിഡ് ക്യാഷ് കയ്യിൽ കരുതുന്നതായിരിക്കും ബെറ്റർ എന്നാണ് പൊതുവെ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുപോലെ ലിക്വിഡ് ക്യാഷ് എപ്പോഴും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എന്താ അവസ്ഥ എന്നൊന്നും എനിക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയില്ല, എന്നാലും എല്ലാവരും ശ്രദ്ധിച്ച് കണ്ടൊക്കെ പോവുക. പിന്നൊരു കാര്യം, നമ്മൾ ഇപ്പോൾ ഞാനായാലും ഞാൻ ഉൾപ്പെടെ എല്ലാവരുടെയും കാര്യം പറയുകയാണ്. നമുക്ക് കുറച്ച് ഒരു വരുമാനം അല്ലെങ്കിൽ കുറച്ചൊരു സാമ്പത്തികമൊക്കെ ഒന്നുണ്ടായി തുടങ്ങുമ്പോൾ നമുക്ക് നാച്ചുറലി വരുന്ന ഒരു ചെറിയ അഹങ്കാരമൊക്കെ ഉണ്ട്. അപ്പോൾ ആ വക അഹങ്കാരങ്ങളൊക്കെ എല്ലാവർക്കും കുറയ്ക്കാനുള്ളൊരവസരമാണിത് കേട്ടോ. അങ്ങനെയൊന്നും പാടില്ല എന്നാണ് എൻ്റെ മാത്രം ചിന്തയാണെന്ന് അറിയത്തില്ല. അഹങ്കരിച്ചോ കുഴപ്പമില്ല, പക്ഷേ അത് അമിതമാകരുത്. അമിതമാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് വരുമ്പോൾ നമ്മൾ അറിയാൻ പറ്റത്തില്ല. മാക്സിമം എപ്പോഴും പൈസ വളരെ കെയർഫുള്ളായിട്ട് എല്ലാവരും യൂസ് ചെയ്യുക. ഞാനത് യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു, അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ഇന്നതിൻ്റെ ഭവിഷ്യത്ത് എനിക്ക് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. മാക്സിമം ലോണുകളൊന്നും എടുത്ത് ആരും കൂട്ടാതിരിക്കുക. അത് പ്രത്യേകിച്ച് ഈ പ്രൈവറ്റ് സെക്ടറുകളിൽ വർക്ക് ചെയ്യുന്നവരാരും അധികം ലോൺ എടുത്ത് ഒന്നും ചെയ്യാതിരിക്കുക. ഞാൻ അവിടെ നിന്ന് കാര്യം പറഞ്ഞുകൊണ്ട് നിന്നതാണ് കേട്ടോ. പക്ഷേ അന്നേരമാണ് ഇടയ്ക്ക് വെച്ചിട്ട് പള്ളിയിലെ വാങ്ക് വിളിക്കുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഞാനും കട്ട് ചെയ്തേ. പിന്നെ ആ സമയം കൊണ്ട് ഞാനും പോയി കഴിച്ചിട്ടും വന്നു. അപ്പോൾ സംഭവം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ബി കെയർഫുൾ, എല്ലാ രാജ്യവും. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നും കൊണ്ട് അവിടെ നിന്ന് കുറേ പേരൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ടേ. അവിടെ ഭയങ്കര പ്രശ്നമാണ്, അതാണ് നാട്ടിൽ ഇന്ത്യയിൽ വലിയ വിഷയമാണ്, അങ്ങനെയാണ്, ഇത് ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള രാജ്യത്തെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ശരിക്കും അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. അതിലേറെ ഭയങ്കര പ്രശ്നങ്ങളാണ് ബാക്കിയുള്ളിടത്ത്. കാരണം എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജോലി വലുതായിട്ട് ഇവിടെ ബാധിച്ചിട്ടുണ്ടെന്നറിയോ. അതൊന്നും പുറത്തൊന്നും പറയത്തില്ലാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്തുമായാലും ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്കിപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്കും ആർക്കൊക്കെ വേണമെങ്കിലും ഇത് ബാധിക്കാം, ഈ ജോലിയൊക്കെ. കാരണം ഇവിടെ ഉള്ള ആളുകൾ എന്താ പറയേണ്ടത്, ഇങ്ങനെ യുദ്ധവും കാര്യങ്ങളും ആകെ മൊത്തം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെതായ വിഷയങ്ങളുണ്ട്, എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അപ്പം അത് ഒരിടത്ത് മാത്രമല്ല, അങ്ങനെ കരുതരുത്. അങ്ങനെ കരുതുന്നത് നമുക്കത് അറിയാത്തതുകൊണ്ടാണ് മറ്റുള്ളിടത്തെ കാര്യങ്ങൾ. നമ്മളിവിടെ നിൽക്കുന്നുണ്ട്, ഇവിടുത്തെ കാര്യങ്ങൾ നമുക്കറിയാം. മറ്റ് പല രാജ്യങ്ങളിലെയും വിഷയങ്ങൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എനിക്ക് ഒരുമാതിരി എല്ലായിടത്തുനിന്നും ഒന്നല്ല, എന്നാലും കുറേ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ടും അവരവിടത്തേക്ക് കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നത് കൊണ്ടും എനിക്കും അറിയാം കൃത്യമായിട്ട്. പല രാജ്യങ്ങളിലും ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന കണക്കൊന്നും അല്ല കേട്ടോ. അപ്പോൾ പറയാനുള്ളത്, എല്ലാവരും സേഫായിട്ടൊക്കെ നിൽക്കുക. എന്തായാലും എല്ലാം നന്നായിട്ടൊക്കെ പോകട്ടെ എല്ലാവരുടെ കാര്യങ്ങളും എന്ന് കരുതുന്നു. സോ അതുപോലെ പറയാനുള്ളത്, ഈ പണം അത് നമുക്കൊരു കുറച്ച് പൈസയൊക്കെ നമുക്ക് ഏണിങ്സ് ആയി തുടങ്ങുമ്പോൾ ചിലർക്ക്, അതിപ്പോൾ എനിക്കാണെങ്കിൽ എനിക്ക് ഒരു അഹങ്കാരമൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള അഹങ്കാരമൊക്കെ ഒന്ന് അടങ്ങാൻ വേണ്ടിയുള്ളൊരു സംഭവമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. മനുഷ്യന് കുറച്ചധികം അഹങ്കാരം കാര്യങ്ങളൊക്കെ ഒരുപാടധികം
മനുഷ്യനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ എല്ലാവരുടെയും. കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട്, പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട് പലരും അമിതമായിട്ട് ഉള്ള അഹങ്കാരം, അല്ലെങ്കിൽ അഹങ്കാരം എന്ന് പറയുന്നത് പൈസ ചിലവാക്കുന്നു അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. ഈ പൈസ ആയി കഴിയുമ്പോൾ ബാക്കിയുള്ളവരോടൊരു പുച്ഛം. അതുപോലെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഇപ്പോഴൊക്കെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ എന്തോ ഒരു ഒച്ച കേൾക്കുന്നുണ്ട്, നിങ്ങൾക്കത് ഡിസ്റ്റർബ് ആവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇപ്പോഴൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഈ 1 രൂപ പോലും കൂട്ടുകാരാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കരുത്, സഹായിച്ചാൽ തിരിച്ച് കിട്ടത്തില്ല, അല്ലെങ്കിൽ അത് കൊടുത്താൽ പിന്നെ അത് വലിയ പ്രശ്നങ്ങളാവും, അങ്ങനെയൊക്കെ പറഞ്ഞിപ്പോൾ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സഹായിക്കില്ല. കാരണം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ചോദിക്കുമ്പോൾ അത് കിട്ടത്തില്ല, അത് പിന്നെ പ്രശ്നമാവും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇല്ലയോ, എല്ലാവരും അങ്ങനെയല്ലയോ ചെയ്യുന്നത്. പക്ഷേ ഇത് ആക്ച്വലി എന്താണ്, ഇത് ഏതെങ്കിലും ബാങ്കുകാർ തീരുമാനിച്ചതാണോ ഈ തീരുമാനം? അതായത് ഒരു കാരണവശാലും ബാക്കിയുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചാൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ ലോണുകൾ ആരും എടുക്കേണ്ടി വരത്തില്ല. നമ്മൾ ചെറിയ തുകയ്ക്ക് വേണ്ടി വലിയ ലോണിലും പോയി ആരും ചാടത്തില്ല. അങ്ങനെ ഉണ്ടായതാണോ എനിക്കറിയത്തില്ല കേട്ടോ. കാരണം എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പഠിക്കുന്നവരുണ്ടല്ലോ, ഒരു 30 പേര്, ഒരു ക്ലാസ്സിൽ ഒരു 30 പേരുണ്ടെന്ന് വെച്ചോ. ഈ 30 പേരുമായിട്ട് നിങ്ങൾ എപ്പോഴും മിണ്ടണം, പറയണം, ചാറ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ഒരാവശ്യം വന്നാൽ ഈ 30 പേര് ഒരുമിച്ച് നിൽക്കണം. അതായത് ഈ 30 പേർക്കും എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് കാരണം ഒരു ആത്മഹത്യയോ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. കാരണം ആർക്ക് എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, ഞാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി ഒത്തിരി പല ജോലികളും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പഴയ വീഡിയോസ് നോക്കിയാൽ ഞാൻ ഒരുപാടധികം വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, എങ്കിലും കുറച്ചൊക്കെ കിടപ്പുണ്ട്. ഓരോ കാലഘട്ടത്തിലെ ഓരോ വീഡിയോസെങ്കിലും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനൊക്കെ ഒരുപാടധികം കഷ്ടപ്പെട്ട്, അതായത് കഷ്ടപ്പെട്ട മീൻസ് നമുക്കൊരു ഈ ലിക്വിഡ് ക്യാഷ് കയ്യിലില്ലാത്തതിൻ്റെ ഇല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്. അതെപ്പോഴും വേണം, ലിക്വിഡ് ക്യാഷ് എപ്പോഴും വേണം. അതുപോലെ നമുക്ക് ഒരു ബാക്കപ്പ് അതായത് നമ്മുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ബാക്കപ്പ് ഇല്ലാതെ നമ്മൾ പോയി ലോണുകൾ എടുത്താലും അതൊരു വലിയ ആപത്തെന്ന് വെച്ചാൽ ലോക മണ്ടത്തരം. അത് ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ. അങ്ങനെ പോകുന്നത് ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഉണ്ടാകുമ്പോൾ മതിയെന്നേ. ഇതിപ്പോൾ ഞാൻ ഇന്ന് ലോൺ എടുത്ത്, അപ്പോൾ നമുക്ക് ചിന്തിക്കാം, നമുക്ക് ഈ കാൽക്കുലേറ്റൊക്കെ ചെയ്യുമ്പോൾ അതിലൊരുപാട് വ്യത്യാസം വരും. നമ്മൾ ഈ ഉണ്ടാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ചിലപ്പോൾ അതുണ്ടാകാൻ ബുദ്ധിമുട്ടായിരിക്കാം, അതും എനിക്കറിയാം. പക്ഷേ എങ്കിലും ഞാൻ പറയാം, ഈ ലോൺ എന്നൊക്കെ പറയുന്നത് നമ്മളെ ജോലി സ്ഥിരവും അത് എന്നും കാണും എന്ന് നമുക്ക് പ്രൈവറ്റ് സെക്ടറിൽ ഒരിക്കലും ഒരു ഉറപ്പ് നമുക്ക് ഷുവറിറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല, അല്ലയോ? ഒരു ജോലിയാണെങ്കിലും എന്തുവാണേലും പ്രൈവറ്റ് സെക്ടറിലെ കാര്യം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാണുമായിരിക്കാം, നാളെ കാണുമില്ലയോ എന്ന് ഇന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെയുള്ളിടത്ത് നമുക്ക് ലോണുകൾ എടുക്കാനും ആക്ച്വലി അത് എടുക്കാതിരിക്കുന്നതാണ് കുറച്ചെങ്കിലും നല്ലത്. ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ കണ്ടോ, ഇപ്പോൾ ഈ ലോണുകളൊക്കെ ഒരുപാടുള്ളവർ സത്യം പറഞ്ഞാൽ പെട്ടിരിക്കുക. കാരണം നാളെ ഈ ലോൺ എങ്ങനെ അടയ്ക്കും? ഈ ജോലി പോയാൽ നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിൽക്കുന്നു, അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് എന്തായാലും നമുക്ക് നമ്മളെ നാട്ടിലേക്ക് ആയിരിക്കും കയറി പോകാൻ പറ്റുന്നത്. നമ്മുടെ നാട്ടിലേക്ക് പോയി കഴിയുമ്പോൾ വരുമാനത്തിന് എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ ഈ ലോണുകൾ അടയ്ക്കും, അങ്ങനെ ചിന്തിക്കുന്നവർ ഒത്തിരി പേരുണ്ട്, എനിക്കറിയാം, എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുക. അപ്പോൾ ആ ചിന്തിക്കുന്ന അവരുടെ ടെൻഷൻ എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ആ ഒരു ടെൻഷൻ ഞാനത് പലരുടെയും കാര്യം, ഇപ്പോൾ എനിക്ക് ഒരുപാട് പേരെ ഇങ്ങനെ പല രാജ്യത്തുനിന്നും അറിയാവുന്നുണ്ട്. പലരും എന്നോട് ഇതുപോലെ പേഴ്സണലി അവരവരുടെ ബുദ്ധിമുട്ടുകളാണ് പറയുന്നത്. ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ അത് സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോൾ നമുക്ക് ടെൻഷനാവും. ടെൻഷനായിട്ട് കാര്യമൊന്നുമില്ല. അതിന് ചെയ്യേണ്ടത് ആലോചിച്ചും കണ്ടുപോയി ചെയ്യാവൂ. എപ്പോഴും പൈസ, നമ്മുടെ ലിക്വിഡ് ക്യാഷ് ഒരിക്കലും ഒരിടത്ത് കൊണ്ടുപോയി ബൾക്കായിട്ട് വേസ്റ്റ് ചെയ്യരുത്. അതല്ലെങ്കിൽ കുറച്ച് ഒരു മെച്ചപ്പെട്ട ജോലി നമുക്ക് കിട്ടിയെന്ന് കരുതിയിട്ട് പോയി ഒരു ഭീമമായ ലോണുകളൊന്നും എടുത്ത് വയ്ക്കരുത്. ഇതൊന്നും ചെയ്യാതിരിക്കുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. അതേ ഉള്ളൂ ഒരു മാർഗ്ഗം, വേറൊന്നും ഇല്ല ഇപ്പം മാർഗ്ഗം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടം, ഈ ഒരു സമയത്ത് നമുക്കിങ്ങനെ യുദ്ധവും കാര്യങ്ങളുമൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. നാളെ ഇത് മാറിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അഹങ്കാരം കാണിക്കാൻ പോരുത്. വീണ്ടും പോയി ലോണുകളും വാരിയെടുത്ത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യരുത്. കാരണം അത് കഴിഞ്ഞാലും ഇതൊക്കെ വരാം. ഈ ഒരു യുദ്ധം നിർത്തിവെച്ചാൽ നാളെ ഈ യുദ്ധം തുടങ്ങാം. ഭ്രാന്തന്മാരാണ് ഈ ലോകത്ത് മൊത്തം ഉള്ളത്. അവരെന്തും ചെയ്യും. അതുകൊണ്ട് അങ്ങനെയൊന്നും ആരും ഒരു കാര്യങ്ങളും ചെയ്യരുത്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അന്നുള്ള കാര്യങ്ങൾ അങ്ങോട്ട് സുഖമായിട്ട് നടന്നു പോവുക. അതുപോലെ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോ, പൈസയായിട്ട് സൂക്ഷിച്ചോ, പ്രശ്നമില്ല. ഇനി വസ്തുക്കളായിട്ട് മേടിച്ചിട്ടാലും സ്വർണം മേടിച്ച് വെച്ചാലും ഒക്കെ ഇതൊക്കെ വാല്യൂ എങ്ങനെ വരുമെന്നൊന്നും നമുക്കിനി പറയാൻ പറ്റില്ല. ഇങ്ങനെ യുദ്ധവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ വില അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റങ്ങൾ വരും.
താഴെ പോവാം എന്നാണ് തോന്നുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞുള്ളൂ. എനിവേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. എനിക്ക് ഒരുപാട് പേര് എനിക്കിതുപോലെ കമൻറ്റുകൾ അയക്കുന്നു, അല്ലെങ്കിൽ എനിക്കിതുപോലെ മെസ്സേജുകൾ അയക്കുന്നുണ്ട്. അവരുടെ ബുദ്ധിമുട്ട്, ഇപ്പോൾ അവർ ഈ ഒരു സമയം, ഈ യുദ്ധ സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അവരുടെ ജോലിയിൽ പകുതി സാലറി കിട്ടുന്നുള്ളൂ, അങ്ങനെ ആക്കുന്നുണ്ട് പല കമ്പനികളും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമുക്കാണെങ്കിൽ നാട്ടിൽ നമ്മളൊന്നും ചെയ്തും വെച്ച് കാണത്തില്ല, മനസ്സിലായോ? നാട്ടിൽ ഒന്നും കാണത്തില്ല. ഇവിടെ അങ്ങ് നിന്നങ്ങ് പോകാം, ഇവിടെ തന്നെ അങ്ങ് സൂഹിക്കാമെന്നും പറഞ്ഞുകൊണ്ട് നിന്നവരൊക്കെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയൊക്കെ ഒരു സംഭവം വന്നാൽ തിരിച്ച് നമ്മുടെ നാടേ ഉള്ളൂ നമുക്ക്. അത് പറ്റുമെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്ത് വെക്കാൻ നോക്കുക. അതൊക്കെ എനിക്ക് പറയുള്ളൂ. ഇതൊന്നും പറയണമെന്ന് തോന്നി കേട്ടോ. ഇതൊക്കെ പറയാതിരുന്നാൽ പിന്നെ ഞാൻ എന്തിനാ ഇതൊക്കെ കൊണ്ടു കിടക്കുന്ന ഈ ചാനലെന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ പറയണമെന്ന് തോന്നി. അതുപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ആളുകളുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് കണ്ട് ആരെയും ഇപ്പം ഇന്നത്തെ കാലത്ത് സഹായിക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ അതിന് ഏറ്റവും ബെറ്ററെന്ന് എനിക്ക് തോന്നുന്നത് എല്ലാവരും, ഇപ്പം ഞാനത് ഉൾപ്പെടണമെന്നല്ല പറയുന്നത്. ഇപ്പം ഇപ്പോൾ എൻ്റെ ഫാമിലി, എൻ്റെ യൂട്യൂബ് ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു 10-13,000 പേരിപ്പോൾ ഉണ്ട്. ഈ 13,000 പേരിൽ കണ്ടിന്യൂസ് വീഡിയോ കാണുന്നവർ കുറവായിരിക്കാം. അതെനിക്കറിയത്തില്ല എത്ര പേര് കാണുമെന്നൊന്നും കറക്റ്റ്, എങ്കിലും പകുതി പേരെങ്കിലും കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു പകുതി പേര്, ഒരു 6,000 പേര് കാണുന്നെന്ന് വെച്ചോ. ഈ 6,000 പേര് വിചാരിച്ച ഈ 6,000 പേർക്കിടയിലുള്ള 6,000 പേരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. അതിന് ആ 6,000 പേര് ഒരുമിച്ച് നിൽക്കണമെന്നേ ഉള്ളൂ. അത് ഒരുമിച്ച് നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ ഒരു യൂണിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ ശ്രമിക്കാം. ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് ഒക്കെ ചെയ്യണം, അങ്ങനെ എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്. കാരണം നമുക്കുള്ളിലുള്ളവരെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് നമ്മൾ അതിൻ്റേതായ രീതിയിൽ അവർക്കുള്ള ആവശ്യങ്ങൾ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ലൈഫ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യുക. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ നമ്മളൊരു 10 പേര് അല്ലെങ്കിൽ 20 പേര്, ഒരു 20 പേര് കൂടി ആ 20 പേർക്കകത്തുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്നേ. ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് ഈ പരിപാടികളൊക്കെ പാളി അവസാനം ആത്മഹത്യയിലോട്ട് പോകുന്നതും അതും ഇതുമൊക്കെ. കാരണം മറ്റൊരാളുടെ അടുത്ത് ചോദിക്കാൻ അവനില്ല. ചോദിക്കാൻ ബാങ്കുകൾ കയറി ഇറങ്ങി ലോൺ എടുത്ത് അവൻ്റെ സിബിൽ പോയി ആകെ തെണ്ടി കുത്തുവാള എടുത്തിരിക്കുന്നവൻ എന്ത് ചെയ്യാൻ പറ്റും? അവനെ ആരെങ്കിലും പിന്നെ സഹായിക്കുമോ? കൂട്ടുകാർ പോലും തിരിഞ്ഞു നോക്കത്തില്ല. അപ്പോൾ അതിന് വേണ്ടത് ആ ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ട് എത്തിക്കാതെ നമ്മളൊരു 20 പേരുണ്ടെങ്കിൽ ആ 20 പേര് ചേർന്ന് ഒരേപോലെ ചിന്തിച്ച്, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ഇപ്പോൾ ഒരു 50 രൂപ വെച്ച്, വെറും 50 ഡെയിലി എന്നല്ല, ഒരു മാസത്തിൽ ഒരു 50, വെറും ഇന്ത്യൻ മണി 50 രൂപ മാറ്റി വെക്കുക. ഒരു 1000 പേരുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഒരു 50 രൂപ വെച്ച് മാറ്റി നിങ്ങൾ അതിനൊരാളെ തിരഞ്ഞെടുക്കുമോ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു അക്കൗണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു അക്കൗണ്ട് എടുക്കുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കാം. എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒന്നും അറിയില്ല. ഞാൻ വേണമെങ്കിൽ സ്റ്റഡി ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാം. എനിക്കത് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ 50 രൂപ വെച്ച് എല്ലാവരും ഓരോ മാസം ഇടുന്നത്, ഈ പറയുന്ന 1000 പേരിൽ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അത് മൊത്തം എടുത്ത് യൂസ് ചെയ്യാൻ പാടില്ല. കുറച്ച് അതിൽ നിന്നെടുത്ത് അയാളുടെ ബുദ്ധിമുട്ട് മാറ്റി, അയാൾക്ക് ബുദ്ധിമുട്ട് മാത്രം മാറ്റി അങ്ങ് വിടരുത്. ബുദ്ധിമുട്ട് മാറ്റിയിട്ട് അവന് മുമ്പോട്ടുള്ള കാര്യം, അന്നം മുട്ടാണ്ട് അവന് മുമ്പോട്ട് പോകാനുള്ള കാര്യങ്ങളൂടെയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ ലോകത്ത് ഒരാളും പട്ടിണി കിടക്കേണ്ടി വരത്തില്ല. ഈ ലോകത്ത് ഇപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരുന്നതും അല്ലെങ്കിൽ ആൾക്കാർ നശിച്ചു പോകുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ തിരിഞ്ഞു നോക്കാൻ ഒരു തെണ്ടികളും ഇല്ലാത്തതുകൊണ്ടാണ്. അത് കൂട്ടുകാരായാലും നാട്ടുകാരായാലും വീട്ടുകാരായാലും. പൈസയുടെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ട് ഒരാൾക്ക്, പൈസയുടെ കാര്യത്തിലേ ബുദ്ധിമുട്ട് ആളുകൾക്ക് വരുള്ളൂ. ഉള്ള കാര്യം, അതിനൊരാളും ആരെയും സഹായിക്കാൻ ഇപ്പം എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് ആരെയും സഹായിക്കരുത്. ഈ വീഡിയോ ആണ് ഞാൻ എപ്പോഴും കാണുന്നത്. ഞാൻ അന്നേരം വിചാരിക്കും, ഇവന്മാരെന്താ ഇങ്ങനെ? കാര്യം ഇത് പറഞ്ഞ് കേട്ട് ആളുകൾ ആരെയും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയിലേക്കായി. ബാങ്ക് മാത്രമേ ഉള്ളൂ ആശ്രയം എല്ലാവർക്കും. ലോൺ എടുക്കുക, അതിന് നമുക്ക് വസ്തു വേണോ, അല്ലെങ്കിൽ ഗോൾഡ് വേണോ, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ വേണം. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ കൊള്ളപ്പലിശയ്ക്ക് വട്ടിപ്പലിശയ്ക്കും പോയി ആളുകളുടെ നിന്ന് കടം മേടിച്ചിട്ട് അവൻ അവസാനം ഇത് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്ത് തീരുക. ഇതാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കാതിരിക്കാൻ ശ്രമിക്കണം. എല്ലാവരും മനസ്സ് വെച്ചാൽ എല്ലാവരും നന്നായിട്ട് പോകുന്നേ. ഒന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ. ആരെങ്കിലുമൊക്കെ ഇത് കേൾക്കുന്നെങ്കിൽ, അവർ ഒക്കെ ചിന്തിക്കാൻ പറ്റുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കാം. എനിക്ക് കുറേ നാളായിട്ടുള്ള എൻ്റെ മനസ്സിലെ ഓരോ ആഗ്രഹങ്ങളാണിത്. എനിക്ക് പറഞ്ഞ അല്ലെങ്കിൽ എനിക്കത് പ്രാവർത്തികമാക്കാനോ ഒന്നും അങ്ങനെ സർക്കിളില്ലായിരുന്നു. അത്ര വലിയ ആളുകളൊന്നും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അത്രയും ആളുകൾ കേൾക്കാൻ മനസ്സുള്ളവരും ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ ഇത്രയും പേരുണ്ട്. ഇതിൽ ആരെങ്കിലും 1-2 പേര് കേട്ടാലും അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കരുതും. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. ഫർദർ ഓരോ ഡേയ്സിൽ എനിക്ക് തോന്നുന്ന എൻ്റെ ചെറിയ ബുദ്ധിയിൽ തോന്നുന്ന ചെറിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കും. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിലേ, ആരെയും ഉപദ്രവിക്കാതെ എല്ലാവരുടെയും സന്തോഷത്തിനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാം എന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. അല്ലാതെ ഇതിൽ നിന്ന് ഇപ്പോൾ ആനകൾ വേറൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല.
അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കട്ടെ എല്ലാവരും. കാര്യം ഇന്നത്തെ കാലത്ത് എല്ലാവരും പൈസയ്ക്കാണ് ബുദ്ധിമുട്ടുന്നത്. പൈസ തന്നെ വേണം. അതിനുള്ള വഴികൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ. സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പിയാണെന്ന് ഞാൻ കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ദിവസം കാണാം അല്ലേ? എന്നാൽ പിന്നെ ഞാൻ ഈ വീഡിയോ നിർത്തിക്കട്ടെ. അപ്പോൾ ശരി, ബൈ.